മെഡിറ്റേഷൻ്റെ ആധാരമായിട്ട് അഷ്ടശുദ്ധികളുടെ മഹത്വത്തെക്കുറിച്ച് പറയുകയായിരുന്നു നമ്മൾ. ചിന്തയുടെ ശുദ്ധി, വാക്കുകളുടെ ശുദ്ധി, കർമ്മശുദ്ധി, നമ്മുടെ വസ്ത്രധാരണത്തിൻ്റെ ശുദ്ധി, ശരീരത്തിൻ്റെ ശുദ്ധി, ഇവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പോൾ നമുക്ക് അഷ്ടശുദ്ധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അന്നശുദ്ധി, അതായത് നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, അത് മനസ്സിലാക്കുകയാണെങ്കിൽ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് മാറും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു ചൊല്ല് തന്നെ പറയാറുണ്ട്, ജൈസ അൻ വൈസ മൻ എന്ന് പറയും. അതായത് എങ്ങനെയുള്ള ആഹാരമാണോ നമ്മൾ കഴിക്കണേ അതേപോലെയാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ മനോഭാവം ഉണ്ടാകുന്നതെന്നാണ് പറയുക. അതിൻ്റെ അർത്ഥം എന്താണ്? കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കാൻ എത്രത്തോളം കഴിവുണ്ട്. പണ്ടൊരു മഹാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു വ്യക്തി, ആ ആൾ ആരാണെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് പറഞ്ഞു തരണ്ട, പക്ഷെ അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നത് വരെ ഒരു ദിവസത്തെ അദ്ദേഹത്തിന്റെ ഭക്ഷണ രീതി എങ്ങനെയാണ്, ആ ഭക്ഷണ രീതിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ആ ആളുടെ സ്വഭാവം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ സ്വഭാവവും തമ്മിൽ എത്രത്തോളം അഭേദ്യമായ ബന്ധമുണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും അതേപോലെ നമ്മുടെ സ്വഭാവ രൂപവൽക്കരണവും സ്വഭാവശുദ്ധി, ആ കാര്യത്തിലും നമ്മുടെ ഭക്ഷണത്തില് ശ്രദ്ധ കൊണ്ട് തന്നെ, നിയന്ത്രണം കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം പരിവർത്തനം കൊണ്ടുവരാൻ കഴിയും. സാധാരണ രീതിയിൽ നമ്മൾ നോക്കിക്കോളൂ, മൃഗങ്ങളുടെ ഇടയിൽ തന്നെ നോക്കൂ, അവരെങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണോ അതിനനുസരിച്ചുള്ള സ്വഭാവ വിശേഷതകൾ നമുക്ക് അവരിൽ കാണാം. ഇപ്പൊ സിംഹം, പുലി, അവയുടെ ഭക്ഷണം എങ്ങനെയുള്ളതാണ് അല്ലെ? അവര് കഴിക്കുന്നത് മാംസാഹാരമാണ്. ആ മാംസാഹാരം മറ്റ് ജീവജാലങ്ങളെ കൊന്നൊടുക്കിയിട്ട് അത് ഭക്ഷിക്കുന്ന അവരുടെ ആ സംസ്കാരം, അവരുടെ ആ സ്വഭാവം, ആ സാധനങ്ങള്, ആ മൃഗീയമായിട്ടുള്ള ആ മാംസാഹാരം കഴിക്കുന്ന ആ സ്വഭാവം കാരണം, ആ ഭക്ഷണം കാരണം അവരുടെ സ്വഭാവവും ആ ക്രൂരതയാണ് നമ്മൾ കാണുന്നത് അല്ലേ? ആ ക്രൂര സംസ്കാരം അവരിൽ നമുക്ക്, അവരുടെ അടുത്തേക്ക് പോകാൻ നമുക്ക് എല്ലാവർക്കും ഭയമാണ്, മറ്റു മൃഗങ്ങൾക്കും ഭയമാണ്, മനുഷ്യനും ഭയമാണ്, എല്ലാവർക്കും പേടിയാണ് അല്ലേ? അതേപോലെ മാന്, മുയലൊക്കെ നോക്കിക്കോളൂ, നമുക്ക് പേടിയില്ല. എന്താ കാരണം? അവയുടെ ഭക്ഷണത്തിനനുസരിച്ച് അതിൻ്റെ സ്വഭാവം അല്ലേ? അപ്പോൾ ആ സ്വഭാവം അത്ര സ്മൂത്ത് ആയതുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഇടപഴകാൻ എല്ലാവർക്കും വളരെ ഈസിയാണ്. അവർ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയുള്ളതാണ്? സസ്യാഹാരമാണ്. ആ സസ്യാഹാരത്തിനനുസരിച്ച് അവരുടെ സ്വഭാവത്തിൽ ആ സോഫ്റ്റ്നെസ് നമുക്ക് ദർശിക്കാൻ കഴിയും. ഇതേപോലെ നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥ അപ്രകാരം സെറ്റ് ചെയ്യപ്പെട്ടതാണ്. അതായത് മനുഷ്യന്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് ശരിക്കും വെജിറ്റേറിയൻ ഫുഡിനെ, സസ്യാഹാരത്തെ ദഹിപ്പിക്കാനുള്ള വ്യവസ്ഥിതിയാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ളത്. നല്ല രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യാൻ അതിന് മാത്രമേ കഴിയുകയുള്ളൂ. പക്ഷേ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്കാണ് നമ്മൾ മറ്റു മാംസാഹാരങ്ങളും എല്ലാം, മത്സ്യവും മാംസവും മുട്ട ഇങ്ങനെ തുടങ്ങിയ നോൺ വെജിറ്റേറിയൻ ഫുഡിന്റെ കഴിക്കുന്ന ഒരു സംസ്കാരം. പാശ്ചാത്യരിൽ നിന്ന് പലതും നമ്മൾ നല്ലത് പഠിച്ചു, അതിനോടൊപ്പം അവരിൽ നിന്ന് കടമെടുത്ത പാശ്ചാത്യ സംസ്കാരത്തിന്റെ രീതിയാണ് നോൺ വെജിറ്റേറിയൻ ഫുഡ് സമ്പ്രദായം നമ്മളിലേക്ക് കടന്നു വന്നത്. അതിന്റെ ഫലമായിട്ട് നിങ്ങൾക്കറിയാം, ഇപ്പോൾ 1 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ഗ്രൈൻഡറിന് നമ്മൾ 2 ലിറ്റർ കൊണ്ടുപോയി സാധനം കൊണ്ടിട്ട് കൊടുത്താൽ അത് അരയ്ക്കും. പക്ഷെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അതിന്റെ കപ്പാസിറ്റി നാൾക്കുനാൾ കുറഞ്ഞുകൊണ്ട് പോകും അല്ലേ? അതേപോലെ നമുക്ക് വെജിറ്റേറിയൻ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ഈ സിസ്റ്റം. അതിലേക്കാണ് നമ്മൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഇട്ട് കൊടുക്കണേ. അപ്പൊ ആ ഗ്രൈൻഡർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഫങ്ഷനിങ് കപ്പാസിറ്റി കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അത് നമ്മുടെ വളരെയധികം രോഗങ്ങൾക്ക് കാരണമായിട്ട് മാറുകയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പറയുന്നത് ശരിക്കും സയന്റിഫിക് ആയിട്ട് 60 to 70% നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയുള്ള ആഹാരം കഴിക്കുന്നു, ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടത് നമ്മൾ കഴിക്കണം, മനസ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടത് കഴിക്കണം. പക്ഷെ ഇന്ന് നമ്മൾ എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണേ? നാവിന്റെ ടേസ്റ്റിന് യോജിച്ചത്, മറ്റുള്ളവരോടൊപ്പം പ്രസ്റ്റേജിന് യോജിച്ചത്,
ഇപ്പുറത്തെ വീട്ടിൽ 500-ന് 500 രൂപയുടെ നോൺ വെജിറ്റേറിയൻ ഫുഡ് വാങ്ങിയ, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി അവർ 1000 രൂപയുടെ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ഹോട്ടലിൽ പോയി 1500 രൂപയുടെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് നാണക്കേടാം, നമ്മുടെ പ്രസ്റ്റേജ് കുറഞ്ഞു പോകും അല്ലേ. ഇപ്പുറത്തെ വീട്ടിൽ 500 രൂപയുടെ മാംസാഹാരം വാങ്ങിയെങ്കിൽ നമുക്കത് 1000 രൂപയുടെ നമ്മൾ വാങ്ങി കഴിച്ചില്ലെങ്കിൽ നമുക്കെന്തോ കുറവ് പോലെ, നമ്മളെന്തോ താഴ്ന്നു പോകുന്നത് പോലെയുള്ള ലോ ഫീലിംഗ് ആണ് നമുക്കുണ്ടാകുക. ഈ രീതിയിൽ ഭക്ഷണവും ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വേണ്ടുന്ന ഭക്ഷണം ഒന്ന് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് യോജിച്ചതായിരിക്കണം, മറ്റൊന്ന് നമ്മുടെ മനസ്സിന് യോജിച്ചതായിരിക്കണം. ആ ഭക്ഷണം വേണം നമ്മൾ കഴിക്കാൻ. അതുകൊണ്ട് പറയുന്നത്, ശരീരത്തിനും മനസ്സിനും യോജിക്കുന്ന ഭക്ഷണം വെജിറ്റേറിയൻ ഫുഡാണ് സാത്വിക ഭക്ഷണത്തിൽ കാണിക്കുന്നത്. മത്സ്യവും മാംസവും മുട്ടയെല്ലാം തമോ പ്രധാന ആഹാരത്തിലെ കാണിക്കുന്നത്. പറയാറുണ്ടല്ലോ, ഗുണങ്ങൾ 3 തരാണ്: സതോ, രജോ, തമോ. അല്ലെ, സതോ ഗുണി ഭക്ഷണമാണ് ശരിക്കും വെജിറ്റേറിയൻ ഫുഡ്. ആ വെജിറ്റേറിയൻ ഫുഡ് സതോ ഗുണി ആകണമെന്നുണ്ടെങ്കിൽ അതിൽ പറയുന്നത് ഉള്ളി, വെളുത്തുള്ളി, മുള്ളങ്കി തുടങ്ങിയ സാധനങ്ങൾ രജോ പ്രധാനാണ്. അത് രജോ ഗുണ പ്രധാനാണ്. അപ്പൊ രജോ ഗുണി സാധനം കഴിക്കുമ്പോൾ നമ്മുടെ രജോ പ്രധാന സംസ്കാരങ്ങൾ ഉത്തേജിക്കപ്പെടും. സാധാരണ പറയില്ലേ, എങ്ങനെയാണോ ആൾക്കാർ ഉത്തേജക മരുന്നെല്ലാം കുത്തിവെച്ചിട്ട് ഓട്ടവും ചാട്ടവും ഒക്കെ ചെയ്യുന്നത്, അതേപോലെ നമ്മുടെ സ്വഭാവത്തില് നമ്മുടെ വികല സ്വഭാവ സംസ്കാരങ്ങളെ ഉത്തേജിപ്പിക്കാനുള്ള കഴിവ് ഈ രജോപ്രധാന സാധനങ്ങൾക്ക്, ഉള്ളി, വെളുത്തുള്ളി പോലെയുള്ള സാധനങ്ങൾക്കുണ്ട്. എന്ന് പറയും മെഡിസിന് പോലെ ഉള്ളിയെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രജോ ഗുണിയാണത്. സതോ ഗുണി ഭക്ഷണം എന്ന് പറഞ്ഞാൽ ബാക്കി ഉള്ളി, വെളുത്തുള്ളി, മുള്ളങ്കി ഇതൊന്നും ഇല്ലാത്ത മറ്റു വെജിറ്റബിൾസും ഫ്രൂട്ട്സും ധാന്യങ്ങളും ഇവയെല്ലാം തന്നെ സതോ ഗുണി ഭക്ഷണത്തിൽ വരും. പക്ഷെ അത് സതോ പ്രധാന ഭക്ഷണമായിട്ട് മാറണമെങ്കിൽ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നാ ചോദിക്കും, ഇന്ന് ഈ കലിയുഗത്തില് ഇത്രയും മലിനീകരിക്കപ്പെട്ട ഭൂമിയില് ഇത്രയും കീടനാശിനികളും രാസവസ്തുക്കളും എല്ലാം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന സാധനങ്ങൾ, ആ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ എങ്ങനെ സതോ പ്രധാന ഭക്ഷണത്തിൽ വരും എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടം തമോ ഗുണി കാലഘട്ടമാണ്. കാലമേ തമോ ഗുണിയാണ്. അപ്പൊ സാധനങ്ങളും തമോ ഗുണി അന്തരീക്ഷത്തിൽ വിളയുന്ന സാധനങ്ങളാണ് നമുക്ക് കിട്ടണത്. ശരിയാണ്. പക്ഷെ അതിനെ നമുക്ക് സതോ ഗുണിയാക്കി സ്വീകരിക്കാനുള്ള ഒരേ ഒരു മാർഗം, ഒരേ ഒരു ഉപായം, ഈ പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും എല്ലാം നമ്മൾ പാകം ചെയ്യുന്ന സമയത്ത്, അഥവാ നമ്മൾ അതിനെ ഭക്ഷിക്കുന്നതിന് മുമ്പ്, കഴിക്കുന്നതിന് മുമ്പ് അതിനെ സർവശക്തിവാനായ ഈശ്വരന്റെ ഓർമ്മയിൽ അതിനെ അർപ്പിച്ച്, ഈശ്വരന്റെ പവിത്രമായ വൈബ്രേഷൻസ് ആഹാരത്തിന് പ്രദാനം ചെയ്ത്, അതായത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തും ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സമയത്തും ഭക്ഷണം എൻ്റെ കയ്യിൽ വന്നതിന് ശേഷം ഞാൻ കഴിക്കുന്നതിന് മുൻപും സർവേശ്വരനായ സർവശക്തിവാനെ, ആ പരമപരിശുദ്ധിയുടെ സാഗരത്തെ ഓർമ്മിച്ച് ഈശ്വരൻ നിന്നുള്ള പരമപവിത്ര കിരണങ്ങള് ആ ഭക്ഷണത്തിൽ വന്ന് നിറയണതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പശക്തി ഉപയോഗിച്ച് ആ കിരണങ്ങൾ ഈശ്വരീയ കിരണങ്ങൾ ആ ഭക്ഷണത്തിന് നൽകി ആ ഭക്ഷണത്തെ സതോ ആക്കി മാറ്റാനുള്ള സങ്കല്പശക്തി ഉപയോഗപ്പെടുത്തി ശുദ്ധീകരിക്കുക. അത് നമുക്കിന്ന് ചെയ്യാൻ പറ്റണേ. അതുകൊണ്ട് ആഹാരം ഉണ്ടാക്കുമ്പോഴും ഈശ്വരന്റെ ഓർമ്മയിൽ ഉണ്ടാക്കുക, വിളമ്പിക്കൊടുക്കുമ്പോഴും ആ ഓർമ്മയിൽ വിളമ്പിക്കൊടുക്കുക. നമ്മുടെ അടുക്കള ഒരു ശ്രീകോവില് പോലെയാകണം. സർവശക്തിവാനായ ഈശ്വരന്റെ ഓർമ്മയിൽ നിവേദ്യം അവിടെ ഉണ്ടാക്കണം. ആ നിവേദ്യം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലെ വിളമ്പിക്കൊടുക്കണം. ഭക്ഷണം കഴിക്കുമ്പോഴും പ്രസാദം കഴിക്കണ ഫീലിങ്ങോട് കൂടിയിട്ട് നമ്മൾ ഈശ്വര സ്മൃതിയിൽ ആ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, അതുകൊണ്ട് പറയാറുണ്ട്, കഴിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാനും പാടില്ല. കാരണം സയന്റിഫിക്കായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പകുതി ദഹനം നമ്മുടെ വായിൽ വെച്ച് തന്നെ നടക്കണം. അപ്പൊ അതിന് നമ്മുടെ സലൈവ ഭക്ഷണത്തിനോടൊപ്പം ചേരണം. അപ്പൊ നമ്മൾ നിശബ്ദമായിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമേ അത് ചവച്ചരച്ച് മെല്ലെ നമ്മൾ കഴിക്കുമ്പോഴാണ് സയന്റിഫിക്കായിട്ടും അതിന്റെ ദഹന പ്രക്രിയയുടെ പകുതി അവിടെ നടക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വയറ്റിലേക്ക് ഇത് പോകുമ്പോൾ നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥിതിക്ക് കൂടുതൽ ഫങ്ഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കരുത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടോ പേപ്പർ വായിച്ചുകൊണ്ടോ ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ പാടില്ല. കാരണം അപ്പൊ മനസ്സ് വേറൊരു ദിക്കില് എന്തൊക്കെയോ കഴിക്കും. ഇന്നിപ്പോ ആൾക്കാർക്ക് എന്താ കഴിക്കണം എന്നുള്ള ഓർമ്മ പോലും ഇല്ല. കാരണം എന്താ, ഒരു കയ്യില് ഭക്ഷണം ഉണ്ടാവും, ബാക്കി കണ്ണ് അറ്റൻഷൻ ടിവിയുടെ മുന്നിലായിരിക്കും, ടിവിയുടെ മേലെയായിരിക്കും. അപ്പൊ ആ രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും എങ്ങനെ ആരോഗ്യം പ്രദാനം ചെയ്യും? അപ്പൊ ഇതെല്ലാം നമ്മൾ അല്പ ശ്രദ്ധ വെച്ചാൽ ഈ വികലമായ നമ്മുടെ ജീവിതക്രമങ്ങളെ
മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയില്ലേ? തലകീഴായ ജീവിത സമ്പ്രദായം, നമ്മളുടെ ആ ഒരു കുത്തഴിഞ്ഞ ജീവിത സമ്പ്രദായത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും വീടുകളിൽ അറ്റൻഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ സംസ്കാരത്തില്, ഭാരതീയ സംസ്കാരത്തില് സദോഗുണി ഭക്ഷണ രീതിയായിരുന്നു. അതായത് ഏതൊന്നാണോ ഇന്ന് നമ്മൾ ക്ഷേത്രത്തില് ദേവീദേവന്മാർക്ക് നിവേദ്യമായിട്ട് അർപ്പിക്കുന്നത്, ആ നിവേദ്യ സമാന ഭക്ഷണം മാത്രമേ ഭാരതീയ സംസ്കാരത്തിൽ എല്ലാവരും ഉപയോഗിച്ചിരുന്നുള്ളൂ. എല്ലാവരും എന്തിനാ നിവേദ്യം കൊടുക്കണേ? നിവേദ്യം അർപ്പിക്കണോ അർത്ഥം എന്താണ്? നിവേദ്യത്തിൽ എന്ത് അർപ്പിക്കുന്നോ അതേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് അർത്ഥം. ഏതൊന്നും നിവേദ്യം വെക്കാൻ പാടില്ലയോ അതൊന്നും നമ്മൾ കഴിക്കാനും പാടില്ല. പക്ഷെ ഇന്ന് നേരെ തിരിച്ചായി നമ്മുടെ മുദ്രാവാക്യം. നമുക്ക് എന്തൊക്കെ കഴിക്കണോ അതൊക്കെ നിവേദ്യം വെക്കാൻ തുടങ്ങി അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിലെ ആൾക്കാർ കണ്ടിട്ടില്ലേ, കള്ളും ഭഗവാന് നിവേദ്യം വെക്കുക, അല്ലെ മാംസങ്ങളും ഭഗവാന് നിവേദ്യം വെക്കുക. പേര് ഈശ്വരന്റെ, കഴിക്കുന്നത് നമ്മള്. അപ്പൊ നമുക്ക് എന്ത് കഴിക്കണോ അതൊക്കെ ഈശ്വരന്റെ പേരിൽ കഴിക്കുന്ന മാതിരി. അതായത് ഭഗവാന്റെ പേര് പറഞ്ഞുകൊണ്ട്, നിവേദ്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാവിന് ടേസ്റ്റിന് വേണ്ടുന്ന സാധനങ്ങൾ കഴിക്കുക. ചിലർ പറയില്ലേ, ഇന്ന ഈശ്വരന് ഇന്ന മൂർത്തിക്ക് മദ്യമാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ മദ്യം നിവേദ്യം അർപ്പിച്ചിട്ട് അത് കുടിക്കുക. തീർത്ഥജലത്തിന് പകരം മദ്യം ഒഴുക്കിയിട്ട് അത് കുടിക്കുക, അപ്പോ അത് കഴിക്കുക. ഇത് നമ്മൾ മനുഷ്യരുണ്ടാക്കിയ ആ സമ്പ്രദായങ്ങളാണ്, ആസുരീയ സ്വഭാവ സംസ്കാരങ്ങളുടെ ഭാഗമാണ്. ഇത്രയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ നാട് കേരളം, ഈ സാക്ഷരതയെല്ലാം നമ്മൾ നേടിയത് എന്തിനു വേണ്ടിയിട്ടാണ്? വിവേകം നമ്മുടെ പ്രവർത്തിക്കണം. നമ്മുടെ ശരീരത്തിനും മനസ്സിന്റെയും ആരോഗ്യത്തിന് യോജിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കണം. ആ രീതിയിലുള്ള ഭക്ഷണ സമ്പ്രദായത്തിലേക്ക് മാറുമ്പോൾ ശരീരത്തിന്റെ ആരോഗ്യത്തിലും വളരെയധികം, അതായത് രോഗങ്ങളിൽ ഒരു പരിധിവരെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. ഇന്ന് നിങ്ങൾക്കറിയാം, കൂടുതലും രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണ രീതിയും കാരണമാണ്. ഡോക്ടേഴ്സ് തന്നെ പറയില്ല, ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യൂ, നിങ്ങൾക്കൊരു പരിധിവരെയും രോഗങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാകും. രോഗം വന്നിട്ട് പിന്നെ നമ്മൾ മാറാൻ നിൽക്കുന്നതിനേക്കാളും നല്ലത് പറയല്ല, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാ പറയണേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതശൈലി അങ്ങനെയാക്കി മാറ്റണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ നാവിന്റെ ടേസ്റ്റിനെ നോക്കുന്നതിനേക്കാളും ശരീരത്തിന്റെ ആരോഗ്യവും മനസ്സിന്റെ ആരോഗ്യത്തിനും ചേരുന്നതായിരിക്കണം. അപ്പോഴേ ആ മനസ്സ് മന്മനാഭവയാകാൻ, ഈശ്വരനെ ഓർമ്മിക്കാൻ യോഗ്യമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് പ്രത്യേകിച്ചും വർത്തമാന കാലഘട്ടത്തില് എല്ലാവർക്കും ഒരു അറ്റൻഷൻ വേണ്ടത് ഈ വിഷയത്തിലുണ്ട്. എല്ലാവർക്കും, കുഞ്ഞുങ്ങളിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയുള്ള ഭക്ഷണം കൊടുക്കണം, അവർക്ക് തടി വെപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് കണ്ണിട്ട് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കുക, എന്നിട്ട് അവരെ തടി വെപ്പിക്കുക. പക്ഷെ ബുദ്ധി മന്ദീഭവിപ്പിക്കുന്നത് ആയിട്ട് മാറരുത് നമ്മൾ. അപ്പോൾ ശരീരത്തിന്റെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഊർജ്ജസ്വലാക്കി മാറ്റണമെങ്കിൽ ശരീരവും മനസ്സിന്റെ ആരോഗ്യം നമ്മൾ ചിന്തിക്കണം. ശ്രേഷ്ഠ സ്വഭാവ രൂപവൽക്കരണത്തിന് യോജിക്കുന്ന സാത്വിക ഭക്ഷണം നമ്മൾ കഴിക്കണം. ആ സാത്വിക ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധിക്കണം ആരാണോ ഭക്ഷണം ഉണ്ടാക്കുന്ന അടുക്കളയില്. ഇത് നമുക്കറിയില്ല, അടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാനും നമ്മൾ ജോലിക്കാരെ വെക്കുന്ന ഒരു ശൈലിയാണ്. ഭക്ഷണം നമ്മൾ അടുക്കളയിൽ പാകം ചെയ്യുന്ന നമുക്ക് ഇന്ന് എന്തോ ഒരു പോരായ്മയാണ്. അതിനും ജോലിക്കാര്, അതിനും വേലക്കാര്, കഴിക്കാൻ നമ്മൾ ഡൈനിങ് ടേബിളിൽ പോയിരിക്കുക, ഭക്ഷണം കൊണ്ടുവയ്ക്കാനും ജോലിക്കാര്, വിളമ്പിക്കൊടുക്കാനും ജോലിക്കാര്, ഉണ്ടാക്കാനും ജോലിക്കാര്. ഈ തെറ്റായ നമ്മുടെ പ്രസ്റ്റേജ് ദുരഭിമാനമാണ് നമ്മുടെ ജീവിത വ്യവസ്ഥിതികളെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിനും മനസ്സിനും ഇത്രയും അനാരോഗ്യം ഉണ്ടായിക്കൊണ്ടിരിക്കണം, രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. എന്തുകൊണ്ട് നമുക്ക് ഈ ശരീരത്തിലെ കർമ്മേന്ദ്രിയങ്ങൾക്ക് ആരോഗ്യമുള്ളത് വരെ പണിയെടുത്തുകൂടാ? നമ്മുടെ വീട്ടിലെ നമ്മുടെ അടുക്കളയിലെ ജോലി ചെയ്യാനെങ്കിലും നമുക്ക് പറ്റില്ലേ? അതിനുള്ള ആരോഗ്യം, കൈകാലിന് ഈശ്വരൻ ദോഷമൊന്നും തന്നിട്ടില്ല, യാതൊരു കുറവും നമുക്കില്ലെങ്കിൽ കർമ്മേന്ദ്രിയങ്ങൾക്ക് നമുക്ക് വർക്ക് ചെയ്യാം. ഈവൻ കൈയും കാലും ഇല്ലാത്തവര് പോലും എത്ര പണിയെടുക്കുന്നുണ്ട്. നമ്മുടെ അടുക്കളയിലെ പണി എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? നമ്മുടെ അടുക്കളയെ, നമ്മുടെ വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കി വെക്കാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയില്ല? അപ്പൊ നമ്മുടെ ഈ ശരീരത്തിന് എക്സസൈസ് ആയില്ലേ? പിന്നെ രാവിലെയും വൈകുന്നേരം ഓടാനും ചാടാനും നടക്കാനും പോകേണ്ട ആവശ്യം വരില്ല. അനാരോഗ്യങ്ങൾ നിറച്ചിട്ട് പിന്നെ ഡോക്ടറെ അടുത്ത് പോവുക, വീട്ടിലിരുന്ന് പണിയെടുക്കാതെ അനാരോഗ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ട് ചികിത്സ, മരുന്നും കഴിക്കുക, പിന്നെ നടക്കാൻ പോവുക, ഓടാൻ പോവുക. ആ നടക്കാനും ഓടാനുള്ള എനർജി എന്തുകൊണ്ട് സ്വന്തം വീട്ടിൽ നമുക്ക് ഉപയോഗിച്ചുകൂടാ? നമ്മുടെ വീടും പരിസരവും നമുക്ക് എന്തുകൊണ്ട് വൃത്തിയാക്കി വെച്ചുകൂടാ? അതിന് നമുക്കെന്തുകൊണ്ട് പണിയെടുത്തുകൂടാ? അപ്പൊ തന്നെ നമ്മുടെ ബോഡി എത്ര ഫ്ലെക്സിബിൾ ആകും. നമ്മുടെ വീടിന്റെ പരിസരം 4 വശം മുറ്റം അടിച്ച് വാരിയാൽ തന്നെ ഫുൾ ബോഡി എക്സസൈസ് ആയി ഇല്ലേ? പ്രത്യേകിച്ച് എക്സസൈസ് ചെയ്യേണ്ട ആവശ്യം നമുക്കപ്പോൾ വരില്ല. ഇന്ന് എന്തുകൊണ്ട് വേറെ വേണം? കാരണം മുറ്റം ഒടിക്കാൻ ഒരാള്, പാത്രം കഴുകാൻ വേറൊരാള്, തുണി അലക്കാൻ വേറൊരാള്, ഭക്ഷണം ഉണ്ടാക്കാൻ വേറെ ജോലിക്കാര് അല്ലേ? ഈ രീതി നമുക്ക് മാറണം. നമുക്ക് എല്ലാവർക്കും, സ്ത്രീയെന്നും പുരുഷനും ഈ കാര്യത്തിൽ വ്യത്യാസമില്ല. നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ 2 കൂട്ടരും കൂടെ ഷെയർ ചെയ്ത് ചെയ്യണം.
അതിൽ സ്ത്രീ പുരുഷൻ ഈ വ്യത്യാസമൊന്നും നമുക്ക് നോക്കണ്ട. പ്രത്യേകിച്ച് ഇന്ന് മിക്ക വീടുകളിൽ എല്ലാവരും ജോലി ചെയ്യുന്നവര്, ഹസ്ബൻഡും വൈഫും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുകയാണെങ്കിൽ എല്ലാ ജോലികളും നമുക്ക് സമയത്ത് പൂർത്തിയാക്കാൻ പറ്റും. നമ്മുടെ വീടും പരിസരവും നമ്മൾ ശുദ്ധാക്കി വെക്കണം. പരിസര ശുദ്ധി ഏറ്റവും പ്രധാനം. നമ്മുടെ വീടും പരിസരവും ക്ലീൻ ആക്കി വെക്കണം. അപ്പം അതും ആരോഗ്യത്തിന്, ശരീരാരോഗ്യത്തിലാണെങ്കിലും മനസ്സിന്റെ ആരോഗ്യത. കാരണം നമ്മൾക്ക് അതേ വീട്ടിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ചുറ്റുപാട് ക്ലീൻ ആയിരിക്കണം. എവിടെ ശുദ്ധിയുണ്ടോ അവിടെ ഈശ്വരനുള്ളൂ. ദിവസവും അടിച്ചു തുടച്ച് വീട് നമ്മൾ വൃത്തിയാക്കി വെക്കണം. നമ്മുടെ കിടക്ക ഡെയിലി രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം കിടക്ക വൃത്തിയാക്കണം. ഷീറ്റുകൾ നമ്മൾ മടക്കി. ഇതൊക്കെ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ അച്ഛനും അമ്മമാരും നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. നമ്മൾ കുളിക്കുന്ന ബാത്റൂം തീർച്ചയായിട്ടും നമ്മൾ കുളിച്ചു കഴിഞ്ഞിട്ട് ഉടനെ കഴുകിയിടണം. ഗാന്ധിജി പണ്ടേ പറയും, നിങ്ങൾ കുളിക്കുന്ന ബാത്റൂമിലോ സോപ്പ് വെള്ളത്തിലോ സോപ്പിലോ വഴുക്കി ഇനി ഒരാൾ വീഴാൻ പാടില്ല. അത് നിങ്ങൾക്ക് കണക്കാണ്. അതുകൊണ്ട് അവരവർ ഉപയോഗിക്കുന്നത് അവരവർ വൃത്തിയാക്കി വെക്കുക, അവരവർ കഴിക്കുന്ന പാത്രം അവരവർ കഴുകി വെക്കുക. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന ശുദ്ധികളാണ്. ഭക്ഷണത്തിലെ ഈ ശുദ്ധിയും ഒപ്പം തന്നെ നമ്മുടെ പരിസര ശുദ്ധീകരണവും. നമ്മൾ എത്ര അറ്റൻഷൻ അതിൽ വെക്കുന്നു, അപ്പോഴേ മെഡിറ്റേഷനിലും നമുക്ക് ശരിയായ വിധത്തില് മെഡിറ്റേഷന്റെ പ്രാപ്തി നമുക്കുണ്ടാകുള്ളൂ. കാരണം ഇതേ ശരീരത്തിലാണ് ആത്മാവ് വരുന്ന പരമാത്മാവിനെ ഓർമ്മിക്കേണ്ടത്. ഈ മനസ്സുകൊണ്ട് ഓർമ്മിക്കണേ, മനസ്സിന്റെ പാത്രം ശരിയാകണം. അതിന് നമ്മുടെ അന്നശുദ്ധി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മുടെ വീടും പരിസരവും ശുദ്ധിയാക്കി വെക്കേണ്ടത് ഏറ്റവും പ്രധാനം. ക്ഷേത്രം നമ്മൾ എങ്ങനെയാ വൃത്തിയാക്കി വെക്കുക? ശുദ്ധാക്കി വെക്കുക. അതേപോലുള്ള ശുദ്ധി നമ്മുടെ വീടിനും ഉണ്ടാകണം. കാരണം നമ്മൾ എത്ര ചൈതന്യമൂർത്തികളാണ് ആ വീട്ടിൽ താമസിക്കണേ. ഓരോ ആത്മാവും ഓരോ ചൈതന്യമൂർത്തിയല്ലേ. ശരീരമാകുന്ന ക്ഷേത്രം എത്ര ക്ലീൻ ആയിട്ടിരിക്കണം. അപ്പോഴേ ആ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് പൂജാമുറി മാത്രം വൃത്തിയാക്കി വെച്ചാൽ പോരാ, എല്ലായിടവും അതേ ശുദ്ധി ക്ലീനിങ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ആ ഒരു ശ്രദ്ധ നമുക്ക് ഓരോരുത്തർക്കും വരുമ്പോൾ, ഇത്രയും ശുദ്ധികളിൽ നമുക്ക് ശ്രദ്ധ വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ മാറ്റം ഉണ്ടാവും. ഈവൻ അഷ്ടശുദ്ധികളിൽ ബ്രഹ്മചര്യവും പറയാറുണ്ട്. യോഗി ജീവിതത്തില് ധ്യാനം അതിന്റെ 100% പ്രാപ്തി ഉണ്ടാകാൻ ബ്രഹ്മചര്യവും ശരീരശുദ്ധിയുടെ കൂട്ടത്തിൽ പറയാറുണ്ട്. കാരണം ബ്രഹ്മചര്യത്തോടു കൂടിയിട്ട് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ഊർജം വളരെ കൂടുതലായിരിക്കും. ഊർജത്തെ സദുപയോഗം ചെയ്യാൻ പറ്റും. കാരണം ബ്രഹ്മചര്യം ലംഘിക്കപ്പെടുന്നതോടുകൂടി, അതായത് ആദ്യത്തെ വികാരം കാമവികാരത്തിന് അടിമയായിട്ട് ബ്രഹ്മചര്യ ലംഘനം നമ്മൾ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ബ്രെയിനിന്റെ ശക്തി കുറയും. ഫിസിക്കൽ പവർ, ശാരീരിക ഊർജം വളരെയധികം ആ വികാരി കാര്യത്തിന് വേണ്ടി പോകും. ശരീരത്തിന്റെയും മനസ്സിന്റെയും നമ്മുടെ ബ്രെയിനിന്റെയും വളരെയധികം ഊർജത്തെ ചെലവാക്കുന്ന ഒരു പ്രക്രിയയാണ് ബ്രഹ്മചര്യത്തിന്റെ ലംഘനം. അതുകൊണ്ട് പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, ഈവൻ വിദ്യാഭ്യാസ കാലഘട്ടം ബ്രഹ്മചര്യ കാലഘട്ടം എന്നായിരുന്നു പണ്ട്. കാരണം എന്താ? പൂർണ്ണമായിട്ടുള്ള ശക്തി, പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ, ഏകാഗ്രത പഠിപ്പിന്റെ കാര്യത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മചര്യ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് രാജയോഗത്തിലെ മെഡിറ്റേഷന്റെ പൂർണ്ണ പ്രാപ്തി 100% നമുക്ക് പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുന്നതിന് ബ്രഹ്മചര്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ബ്രഹ്മചര്യത്തിന്റെ ശക്തിയോട് കൂടിയിട്ടാണ് നമ്മൾ, ആ ശുദ്ധിയും കൂടി നമുക്കുണ്ടെങ്കിൽ, ആ ശുദ്ധിയോടുകൂടിയ ജീവിത പ്രക്രിയയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ, ഇരുന്ന് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിന്റെ ചഞ്ചലത വളരെയധികം കുറയും. ഇപ്രകാരം നമ്മൾ നമ്മുടെ ജീവിതത്തില്, നിത്യജീവിതത്തില് കുറച്ച് ശ്രദ്ധ നമ്മൾ നമ്മുടെ മേലെ വെച്ചാല് നമ്മുടെ ചിന്തയിലും വാക്കിലും കർമ്മത്തിലും നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ ശരീരത്തില്, നമ്മുടെ വസ്ത്രധാരണത്തില്, നമ്മുടെ പരിസരത്തിന്റെ ശുദ്ധിയില്, നമ്മുടെ പെരുമാറ്റത്തിലെ ശുദ്ധി, ഇവയെല്ലാം തന്നെ നമ്മൾ പറയാറില്ലേ, അകത്തൊന്നും പുറത്തൊന്നും സ്വഭാവം നമ്മൾ കാണിക്കരുത്. പെരുമാറ്റ ശുദ്ധി, അതാണ് മറ്റുള്ളവരെ, നമ്മുടെ എന്തൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനനുസരിച്ചാണ് നമ്മൾ എല്ലാവരോടൊപ്പമുള്ള ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനും തകർക്കുന്നതും അതിൻ്റെ ആധാരത്തില്. അതുകൊണ്ട് ഇപ്പം നമ്മുടെ പെരുമാറ്റശുദ്ധിയും ഏറ്റവും പ്രധാനമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ അഷ്ടശുദ്ധികളിലൂടെ, ജീവിത ശുദ്ധികളിലൂടെ നമ്മൾ എത്രത്തോളം കടന്നു പോകണോ അത്രത്തോളം നമുക്ക് നമ്മുടെ കുടുംബത്തിലിരുന്നു കൊണ്ട് തന്നെ ഒരു കർമ്മയോഗി ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയും. കർമ്മവും ചെയ്യാം, ഒപ്പം യോഗി ജീവിതവും ജീവിക്കാം. കേവലം വേണ്ടത് എന്ത് മാത്രം? ശുദ്ധീകരണം, ക്ലീനിങ്. അതുകൊണ്ട് രാജയോഗി ജീവിതശൈലി എന്ന് പറഞ്ഞ ഒരു പവിത്ര ജീവിത, ഗൃഹസ്ഥത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ താമരപുഷ്പ സമാന ഒരു പവിത്ര ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റും. കമലപുഷ്പത്തിന്റെ പ്രത്യേകത കണ്ടിട്ടില്ലേ? താമരപുഷ്പത്തിന്റെ വേര് വളരെ ചെളിയില, തണ്ട് വെള്ളത്തില, പക്ഷെ പൂവ് ചെളിയിലും തൊടില്ല, വെള്ളത്തിലും തൊടില്ല, സദാ സൂര്യനെ നോക്കിക്കൊണ്ട് നിൽക്കും. അതേപോലെ ഗൃഹസ്ഥത്തിലെ കലിയുഗ ലോകത്തിലെ ലാസ്റ്റ്
ഈ കാലഘട്ടം വളരെ ചെളിക്കുണ്ടാ, 4 വശവും ചെളിയാ. ഗൃഹസ്ഥത്തിന്റെ വെള്ളത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. അപ്പൊ ഈ ഗൃഹസ്ഥി ജീവിതത്തില് കലിയുഗി ചെളിക്കുണ്ടിലിരിക്കെ ഗൃഹസ്ഥത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഓരോ ആത്മാവാകുന്ന താമരകൾക്കും ഓരോ താമരയ്ക്കും പരമാത്മാവാകുന്ന സൂര്യനുമായിട്ട് ഈശ്വരനാകുന്ന സൂര്യനിലേക്ക് അറ്റൻഷൻ വെച്ച് ജീവിത മര്യാദകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ, ജീവിതത്തിനെ ശുദ്ധികളിലൂടെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ, ഗൃഹസ്ഥത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കൊരു പരമപവിത്ര ജീവിതം ജീവിക്കുന്നതിലൂടെ സുഖവും ശാന്തിയും സമ്പത്തും എല്ലാം സമൃദ്ധിയും എല്ലാം നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ്. അതുകൊണ്ട് പവിത്രമായ ഒരു രാജയോഗി ജീവിതത്തിലൂടെ വീണ്ടും സുഖവും ശാന്തിയും സന്തോഷവും നിറഞ്ഞ കുടുംബങ്ങൾ, അങ്ങനെ ഓരോ കുടുംബവും ചേർന്ന് ശ്രേഷ്ഠമായ ഒരു സമൂഹം, അങ്ങനെയുള്ള ശ്രേഷ്ഠ സമൂഹങ്ങൾ ചേരുന്ന ആ സത്യുഗീ സ്വർണിമ ലോകം, സ്വർണിമ ആ അന്തരീക്ഷം, അതിൻ്റെ പുനഃസ്ഥാപന, അതാണ് ഈശ്വരീയമായ കർത്തവ്യം ഈ സമയത്ത് ഈ ഭൂമിയിൽ നടക്കുകയും പരമാത്മ നമ്മൾ ഓരോരുത്തരെയും അതിനുവേണ്ടി തയ്യാറാക്കുകയാണ്. സ്വർണിമ ലോകത്തിന്റെ ഭാഗമായിട്ട് മാറാൻ നമ്മുടെ കുടുംബങ്ങളെ പാവനമാക്കി മാറ്റുക, കുടുംബത്തിലിരുന്ന് ഗൃഹസ്ഥത്തിലിരുന്ന് എല്ലാ കാര്യവ്യവഹാരങ്ങളും ചെയ്തുകൊണ്ട് ഒരു പവിത്രമായ ജീവിതം ജീവിക്കൂ, അവരവരുടെ കടമകളും നിർവഹിക്കൂ. അല്പസമയം നമുക്ക് നമ്മളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാം. അഷ്ടശുദ്ധികൾ നമ്മുടെ ജീവിതമാക്കി മാറ്റാനുള്ള ദൃഢസങ്കല്പം, ശുഭസങ്കല്പം എടുക്കാം. നിങ്ങളെല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് സ്വസ്ഥമായിരുന്ന് മനസ്സിൽ എന്ത് ശ്രേഷ്ഠ സങ്കല്പം കേൾക്കുന്നോ സിസ്റ്ററിനോടൊപ്പം നിങ്ങൾ ആ ശുദ്ധസങ്കല്പത്തിൽ മനസ്സുകൊണ്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് സമയത്തേക്ക് ബാക്കി ചുറ്റുപാടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ മാറ്റി സ്വയത്തിലേക്ക് എന്ത് ശ്രേഷ്ഠ വിചാരങ്ങൾ കേൾക്കുന്നോ അതിനോടൊപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കും. ഓം ശാന്തി. രാജയോഗി ജീവിതത്തിന്റെ ആധാരം ശുദ്ധിയാണെന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു. എവിടെ ശുദ്ധിയുണ്ടോ അവിടെ സുഖവും ശാന്തിയും ഉണ്ടാകും. സർവശക്തിവാനായ പരമാത്മാ, പരമപിത പരമാത്മാവ് സൃഷ്ടിയിൽ ദിവ്യാവതരണം ചെയ്ത് യോഗവിദ്യ പഠിപ്പിക്കുന്ന ഈ സമയത്ത് എനിക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കാര്യവ്യവഹാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് തന്നെ ഒരു പരമപവിത്രമായ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകണം. ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് ഉയർന്ന് ചിട്ടയായ ഒരു ജീവിത ശൈലി ഉണ്ടാക്കിയെടുക്കണം. അഷ്ടശുദ്ധികൾ എന്റെ ജീവിത ശുദ്ധിയായി മാറണം, മാറ്റണം. മനസ്സുകൊണ്ട് എനിക്ക് മന്മനാഭവയാകണം. സർവശക്തിവാൻ പ്രഭു, സർവേശ്വരന്റെ ശക്തികൾ എനിക്ക് അസ്ത്രശസ്ത്രം പോലെ, പടച്ചട്ട പോലെ, സുരക്ഷാ കവചം
പ്രദാനം ചെയ്യും. സർവേശ്വര സ്മൃതി തന്നെ എത്ര സുഖദായിയാണ്. പ്രഭു പിതാവിന്റെ നിർദ്ദേശമനുസരിച്ച് ഞാൻ എൻ്റെ ഉള്ളിൽ ആന്തരിക ശുദ്ധീകരണത്തിനായി ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിനു വേണ്ടി അഷ്ടശുദ്ധിയിലൂടെ സഞ്ചരിക്കാനുള്ള ശുഭസങ്കല്പം, ദൃഢസങ്കല്പം എടുക്കുകയാണ്. മനസ്സ വാച കർമ്മണ ശരീരം, മനസ്സ്, ധനം എല്ലാം സത്യതയും ശുദ്ധിയും നിറഞ്ഞതാക്കി മാറ്റണം. പവിത്രമായ രാജയോഗി ജീവിതം ഗൃഹസ്ഥത്തിലിരിക്കെ എനിക്ക് സുഖവും ശാന്തിയും നൽകും എന്ന ദൃഢവിശ്വാസം ഇപ്പോഴെനിക്കുണ്ട്. സ്വർണിമ യുഗത്തിന്റെ സുഖവും ശാന്തിയും നിറഞ്ഞ ലോകത്തിന്റെ നവനിർമ്മാണത്തിന് ഭാഗമായി ഞാനും മാറും. ഓം ശാന്തി. അജം അനാദിം ആദിത്യവർണം അചിന്ത്യരൂപം അകായം അഭോക്തം. അജം അനാദിം ആദിത്യവർണം അചിന്ത്യരൂപം അകായം അഭോക്തം. പരഞ്ജ്യോതിരൂപം പരമം പവിത്രം പരബ്രഹ്മരൂപം ഓംകാരേശ്വരം.